ദേ, നീ ഹാപ്പി അല്ലേ? ഇത്ര വെയിറ്റ് ചെയ്തിട്ട് നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നത്. എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ കൂടെ പറയാൻ പഠിക്കരുത്, ഞാൻ കൂടെ കാണും. ഡേ, എന്ത് സ്വപ്നം കണ്ടോടാടി ഇരിക്കുന്നേ? 3 നേരം വെട്ടി വിഴുങ്ങണമെങ്കിലേ അകത്ത് കയറി പണിയെടുക്കണം. നിന്നെ കൊണ്ട് എൻ്റെ മോനൊരു കൊച്ചിനെ കൊടുക്കാനോ പറ്റുന്നില്ല. നീ അതൊട്ട് കൊടുക്കാൻ പറ്റുന്ന എനിക്ക് വിശ്വാസവും ഇല്ല. ഈ വീടിനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. കയറി പൊടി, അടുക്കള കയറി പണിയെടുക്കടി. ഒരു സ്വപ്നം കൊണ്ടോണ്ട് ഇരിക്കും അങ്ങ്. എടീ, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ കഞ്ഞി വയ്ക്കാൻ വകയില്ലാത്തതിനൊന്നും കൊണ്ടുവരരുതെന്ന്. ഇതിപ്പോൾ എല്ലാം കൂടി അനുഭവിച്ചോ? അവൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? ഒരു കുഞ്ഞിന് വേണ്ടി അവൻ പെടുന്ന പാട്. എടീ, വിധിച്ചതേ നടക്കും. നമുക്ക് അവൻ്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള യോഗമില്ലെന്ന് കരുതിയാൽ മതി. അതെ, നമുക്ക് അവനെ കൊണ്ട് വേറൊരു പെണ്ണ് കെട്ടിച്ചാലോ? അവൻ അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ആ, ഞാനത് വിചാരിക്കാതിരുന്നില്ല. പക്ഷേ അതെങ്ങനെ പറയും? നോക്കാം. നോക്കാന്നല്ല, നോക്കണം. അവൾ ഇവിടുന്ന് പോയാലേ കാര്യം നടക്കൂ. അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവൻ്റെ മനസ്സ് മാറണം. നീ ഒരു കാര്യം ചെയ്യ്, അവൻ്റെ അടുത്ത് മയത്തിലൊന്ന് സംസാരിക്കുക. എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ഡേയ്, വരുന്നുണ്ട്, നീ തുടങ്ങിക്കോ. എന്ത് പറ്റി? രണ്ടാളും ഒരു ഡിസ്കഷനൊന്നുമല്ല, ഞങ്ങൾ ഞങ്ങളുടെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. വയസ്സാം കാലത്തെ കൊച്ചുമക്കളും കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനുള്ള യോഗമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തോന്നുന്നുമില്ല. എടാ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞങ്ങളുടെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ. എടാ, നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എന്താ വെച്ചാ? വേറൊന്നുമല്ല, വിദ്യയുടെ കാര്യം അച്ഛൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എടാ മോനെ, ഈ ബന്ധം അധികം മുന്നോട്ട് കൊണ്ടുപോയാൽ എൻ്റെ ഭാവിയെ തന്നെ അത് ബാധിക്കും. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വെക്കാം. ഇല്ല അച്ഛാ, എന്നെ കൊണ്ടത് പറ്റില്ല. എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളാ വിദ്യ. ഒരു കുഞ്ഞിൻ്റെ പേരിൽ അവളെ ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് അറിയില്ല. എല്ലാം നടക്കേണ്ട സമയം നടക്കും. എടാ, നീ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? ഇവനെ മാറ്റാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഉടനെ പറ്റില്ല, പക്ഷെ ഞാൻ മാറ്റും. വിദ്യ, തന്നെ ഞാൻ എവിടെയല്ല അന്വേഷിച്ചെന്നറിയോ? ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. എന്ത് പറ്റീസ്? വീണ്ടും പീരിയഡ്സ്. ഇത്തവണ ഇപ്പോൾ താൻ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എങ്ങനെ ശരിയാവാൻ? വർഷം 3 ആൾക്കാർ പറയുന്ന കുത്തുവാക്കുകൾ കേട്ട് മടുത്ത്. അപ്പോൾ നാട്ടുകാർ ഓരോന്നും പറഞ്ഞ് കേട്ട് താൻ വിഷമിക്കാതെ, തനിക്ക് ഞാനില്ലേ? മാത്രമല്ല, ഡോക്ടർ പറഞ്ഞല്ലേ നമുക്കൊരു കുഴപ്പമില്ല. സമയം എടുക്കുമായിരിക്കും, താൻ വെയിറ്റ് ചെയ്യും. ഈ മാസം വിശേഷമൊന്നും ആയില്ലല്ലേ? എന്താ പറയാനാ, അവള് വന്നപ്പിന്നെ വീടിന്റെ ഉള്ള ഐശ്വര്യം കൂടെ പോയി. അവരുടെ വീട്ടുകാരോട് സംസാരിച്ചായിരുന്നോ? അവരൊന്നും പറയുന്നില്ലെന്നേ. ഒരു വട്ടം പറഞ്ഞു നോക്കിയപ്പോൾ അവളുടെ അച്ഛൻ പറയാ, ഡോക്ടർ പറഞ്ഞല്ലോ കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെ ഇനിയിപ്പം നമ്മളെന്ത് പറയാനാ? വല്ലാത്ത കഷ്ടമായിപ്പോയി. പിന്നെ എന്താ പ്രശ്നം? പ്രശ്നമല്ല, കയ്യബദ്ധം. ഇതുപോലൊരു പാഴ്ജന്മത്തെ ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ട് വന്നത് എൻ്റെ മോൻ ചെയ്ത ഏറ്റവും വലിയ കയ്യബദ്ധം. എൻ്റെ വീട്ടിൽ, അല്ലാതെ എന്ത് പറയാനാ? എന്നാ ശരി ചേച്ചി, 1-2 സ്ഥലത്ത് പോകാനുണ്ട്. എന്താ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ അമ്മ വരുന്നവരോടും പോകുന്നവരോടും എന്നെ പറ്റി അനാവശ്യം പറയുന്നത്? അമ്മയുടെ മോളാണെങ്കിൽ ഇങ്ങനെ പറയാറുണ്ടോ? നിർത്തടി. അതിനെ എൻ്റെ മോളെ നിന്നെ പോലെ മച്ചിയല്ല. അമ്മ
എന്താ വിദ്യ പുറത്തിരിക്കുന്നേ? ഒന്നല്ലേ കറണ്ട് പോയി, അകത്ത് നല്ല ചൂട്. എൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നല്ലേ ചേച്ചി മോർണിംഗ് എടുക്കേ. വാ 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 അയ്യോ പോട്ട് പോട്ട് നീ എന്തിനാടി കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തേ? അത് അമ്മ. കേറിപ്പോയി അകത്ത്. വിദ്യ, കുഞ്ഞിനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. കണ്ടപ്പോ നിന്റെ കണ്ണ് തട്ടിയാലേ കുഞ്ഞിന് അസുഖം ഒന്നും നേരം കാണില്ല. എന്തൊക്കെയാ ചേച്ചി പറയണേ? സത്യമല്ലേ? വരും വേറൊരു കല്യാണം കഴിക്കും. അതാകുമ്പോൾ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ ഒരു പേരക്കുഞ്ഞിനെ കിട്ടും. അത് നല്ലൊരു ഐഡിയ. ഞാൻ വേറെ വിവാഹം കഴിക്കാം. അപ്പം താൻ എന്ത് ചെയ്യും? വെറും ഇത് തമാശയല്ല. ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു അധികം പറ്റവിടെ. എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഞാൻ മടുത്തു. ഇവിടെ കുട്ടികൾ ഉണ്ടായാലും ഇല്ലെങ്കിൽ മരിക്കുന്നവരെ നമ്മൾ ഒരുമിച്ചായിരിക്കും. പിന്നെ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അരുണേ, നീ വന്നേ. എന്തമ്മ? നാളെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. നീ കണ്ട ഡോക്ടർക്ക് അവിടെ നിൽക്കട്ടെ. നാളെ ഈ കാണാൻ പോകുന്ന ഡോക്ടർ പറയുന്ന അനുസരിച്ച് തീരുമാനം ഞങ്ങൾ എടുക്കും. അത് നീ അനുസരിച്ചോളണം. ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു അല്ലേ? എൻ്റെ ഡോക്ടറെ 2-2.5 വർഷമായി. ഇവളെ ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല. നിങ്ങൾ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു പ്രിലിമിനറി ഒബ്സർവേഷനകത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. എസ്പെഷ്യലി വിദ്യയ്ക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. പിന്നെ കുറച്ച് ഡൗട്ട്സ് തോന്നിയിട്ട് ഫർദർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ കുറച്ചെങ്കിലും പ്രശ്നം കാണുന്നത് വരുണിനാണ്. ഡോക്ടർ എന്തായി പറയണേ? അപ്പം ഡോക്ടർ പറയുന്ന ഞങ്ങൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ലെന്നാണ്. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ട്രീറ്റ് ചെയ്താൽ മാറാവുന്ന പ്രശ്നങ്ങളെ വരുന്നുള്ളൂ. പിന്നെ വീട്ടിൽ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. ആ ഒരു സ്ട്രെസ്സ് പോലും വല്ലാണ്ട് ഇതിനെ ബാധിക്കും. ബേസിക്കലി നിങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇവർക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അമ്മയോട് ക്ഷമിക്കണം. കാര്യം അറിയാതെ അമ്മ മോളെ ഒരുപാട് ഉപദ്രവിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഈ ബന്ധുക്കളും നാട്ടുകാരും കൂടി വല്ലാതെ പരിഹസിച്ചപ്പോൾ ആ വിഷമം കൊണ്ട് പറഞ്ഞതാ. മോളൊന്നും വിചാരിക്കരുത്, ഒന്നും മനസ്സിൽ വയ്ക്കരുത്. സ്വന്തം മോൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മ എപ്പോഴെങ്കിലും എന്നെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മാനസികാവസ്ഥയെ പറ്റി? ചെയ്യാത്ത തെറ്റിന് നിങ്ങളുടെ എല്ലാം പരിഹായിട്ട് ഞാൻ ഇത്ര നാളിവിടെ നിന്നില്ലേ. വീട്ടിലൊരാൾക്കൊരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് നിന്ന് നേരിടുകയാണ് വേണ്ട, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയല്ല വേണ്ട. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാ.